കോൺഗ്രസിന് ഇപ്രാവശ്യത്തെ ലോക്സഭയിൽ 2019 ഇരട്ടി മെമ്പർമാർ. 2019 52 നിന്ന് 102 ആയിരിക്കുകയാണ് കോൺഗ്രസ് എംപിമാരുടെ എണ്ണം. രണ്ട് കോൺഗ്രസ് നേതാക്കൾ അവരുടെ സീറ്റുകൾ സഖ്യകക്ഷികൾക്ക് കൊടുത്തതിൽ പ്രതിഷേധിച്ച് സ്വതന്ത്രന്മാരായി മത്സരിച്ച് വിജയിച്ചു. ബീഹാറിലെ പൂർണിയയിൽ നിന്നും മത്സരിച്ച പപ്പു യാദവും മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിൽ നിന്നും മത്സരിച്ച വിശാൽ പാട്ടീലും അവർ രണ്ടുപേരും വലിയ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. പിന്നീട് പപ്പു യാദവ് AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി എന്നിവരെ സന്ദർശിച്ച് തന്റെ കോൺഗ്രസിനുള്ള പിന്തുണ ആവർത്തിച്ചു. കോൺഗ്രസിലേക്ക് അദ്ദേഹത്തെ പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് മല്ലികാർജുൻ ഖാർഗെ പ്രതികരിച്ചത്. അതുപോലെ സാംഗ്ലിയിൽ നിന്നും ജയിച്ച വിശാൽ പാട്ടീലും ഖാർഗെയെ കണ്ട് തന്റെ കോൺഗ്രസിനുള്ള പിന്തുണ പുനരാവർത്തിച്ചു. അതോടെ കോൺഗ്രസിന് 101 എംപിമാരായി. ലേ, കാർഗിൽ എന്ന് രണ്ട് മേഖലകളുള്ള ലഡാക്കിൽ കോൺഗ്രസിന്റെയും BJPയുടെയും സ്ഥാനാർത്ഥികൾ ലേ മേഖലയിൽ നിന്നുള്ളവർ ആയിരുന്നു. അതിനാൽ കാർഗിൽ ഏരിയയിലെ ആളുകൾ മുഹമ്മദ് ഹനീഫ എന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അവിടെ ഇറക്കി. എന്റെ തിരഞ്ഞെടുപ്പ് അവലോകനത്തിൽ ഞാൻ പറഞ്ഞിരുന്നു അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിക്കാനുള്ള സാധ്യതയാണ് ഉള്ളതെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. തൊട്ടടുത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി അവിടെ സ്വതന്ത്രൻ വിജയിച്ചു. നിലവിൽ അവിടെ MP ആയിരുന്ന BJP 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇപ്പോൾ അവിടെ ജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി മുഹമ്മദ് ഹനീഫ രാഹുൽ ഗാന്ധിയെയും മറ്റു കോൺഗ്രസ് നേതാക്കളെയും സന്ദർശിച്ച് തന്റെ പിന്തുണ കോൺഗ്രസിനാണെന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇതോടെ ഈ ലോക്സഭയിൽ കോൺഗ്രസിന്റെ അംഗബലം 102 കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ ഇരട്ടി ആയിരിക്കുന്നു. ഇനിയും കുറച്ചു പേർ കൂടി കോൺഗ്രസിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് വലിയ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്.